So today നമ്മൾ പോകുന്നു to the worst rated restaurant in London. Yes, ഇതാണ് ലണ്ടനിലെ ഏറ്റവും worst rated restaurant with 1.8 rating and literally next to Buckingham Palace. This lady right here is the owner and she doesn't like camera at all. So അവസാനം വരെ കണ്ടു നോക്ക് ഞങ്ങൾ എങ്ങനെ ക്യാമറ ഇവിടെ കയറ്റി എക്സ്പീരിയൻസ് ഫുള്ള് ഷൂട്ട് ചെയ്തത്. Yeah, it's off. Take the camera off. Okay. Relax. Okay, go. Why are you so angry? And why are you shaking? Relax. Ow! Okay, we'll go out. Wait. Move it. You just I'm stepping out. I'm opening the door for him. yeah. You want to say mirrors? Why? Because not. Why? ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് So this is a place where the owner talks like ക്യാഷിലെ ഇറങ്ങി പോടാ, നീ വേണേ കഴിച്ചാൽ മതി, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ, അങ്ങനെ എല്ലാരെയും അടിച്ച് ഓടിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയത് നമുക്ക് ഉറപ്പായിട്ട് പോയി നോക്കാൻ കണ്ടു. ബട്ട് നൗ ദ മെയിൻ തിങ് ഈസ് അതിനകത്ത് ക്യാമറ കയറ്റണം. അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ബാ. പിന്നെ ഈ കട ബക്കിംഗ്ഹാം പാലസിന്റെ തൊട്ട് മുമ്പിലാണുള്ളത്. ഇത് എങ്ങനെ ഇവിടെ വന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. ക്യാമറ അകത്ത് കയറ്റാൻ ഒരാളെ ഉള്ളൂ ഈ ലോകത്ത്, അതാണ് സച്ചിൻ. ഇവന്റെ കൂട്ടൊരു ഫ്രോഡ് വേറെ ഉണ്ടെന്ന് ഈ ലോകത്ത് തോന്നുന്നില്ല. എടാ സച്ചിനെ, ക്യാമറയും കൊണ്ട് കുറെ പേര് ഇതിനകത്ത് കേറുന്നുണ്ട്. അപ്പൊ തന്നെ അവര് പറയുന്ന പോലീസിനെ വിളിക്കും, അങ്ങനെ എങ്ങനെയാന്നൊക്കെയാ പറയുന്നത്. പക്ഷേ നീ എങ്ങനെ നീ കൺട്രോൾ ചെയ്യും, എങ്ങനെ നീ ഹാൻഡിൽ ചെയ്യും? ഞാനൊരു മനുഷ്യ ബോംബായി മാറും നിനക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിത് ചെസ് മൗണ്ട് വെക്കാൻ പോവാണ്. ഗോപ്രോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഓക്കെ. എന്നാൽ എൻ്റെ ഒരു സ്കാർഫ് ഉണ്ട്. ഓക്കെ. ആ സ്കാർഫ് ഞാൻ കറക്റ്റ് രീതിയിൽ ഇട്ടിട്ട് ഈ സ്കാർഫ് വെച്ച് ഫണ്ടങ്ങ് മറിക്കും. ഓക്കെ. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ ഞാനിങ്ങനെ പയ്യെ ഇങ്ങനെ തുറന്ന് വെക്കും. ഓക്കെ. പിന്നെ ഓൾറെഡി ഇതാണ് മൈക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ ആംഗിളിൽ പോയി ഇരിക്കും. ഇരുന്നിട്ട് ഞാൻ ഈ സ്കാർഫ് കൂടെ മാറ്റും. അവർ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. അവർ വരുവാണെങ്കിൽ ഞാൻ മറയ്ക്കും. അപ്പം വിഷ്ണുവിന് നിങ്ങൾ പിന്നീട് ഒരു POV ആംഗിളിലായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. അത് തന്നെ. കാരണം എന്ന് പറയുമ്പോൾ ക്യാമറ കൈ പിടിച്ചുകൊണ്ട് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവരപ്പം തന്നെ അവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പാ. ഈ വീഡിയോ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങത്തുള്ളൂ. നമ്മളെ ഒന്നും ആരും ഇവിടെ അടിച്ചിറക്കത്തില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കട അടച്ചേക്കുക. അത് പിന്നെ നാളെ ഉണ്ട്. സോ ഗൈസ്, ദിസ് ഈസ് അവർ GoPro ചെസ്റ്റ് മൗണ്ട്. ഇതൊരു ബെൽറ്റ് ബോംബ് പോലെ സച്ചിൻ്റെ ദേഹത്ത് കെട്ടിവെച്ച് നമ്മൾ വിടാൻ പോവുകയാണ്. ഇട്ടു. സോ മനുഷ്യ ബോംബ് റെഡി ആയിട്ടുണ്ട്. ഇനി ജാക്കറ്റും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ദൈവമേ, പോലീസൊന്നും പിടിച്ചോണ്ട് പോകാതിരുന്നാൽ മതി അവസാനം. അത് കൊള്ളാടാ, അത് അറിയത്തില്ല. അഥവാ ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞാലേ ഞാൻ ടൂറിസ്റ്റാ, ഇതെൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. സോ സാധനം റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് സീ എന്താവുമെന്ന്. ഒരു പിടുത്തമില്ല. ഭയങ്കര മഴയും ഭയങ്കര തണുപ്പ്, കൈയൊക്കെ ഐസ് ആവുന്നത്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. നോക്കാം. ഇതിന്റെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് അറിയത്തില്ലടാ. നീ ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചോണ്ട് കഴിഞ്ഞാൽ നീ കറക്റ്റ് ഒരു ടൂറിസ്റ്റ്. അത് തന്നെ, നീ ടൂറിസ്റ്റാന്ന് പറഞ്ഞാൽ കയറി അങ്ങ് പോയാൽ മതി. ബോഞ്ചോട് തന്നെ. സോ ഇപ്പൊ സച്ചിൻ കറക്റ്റ് ഒരു ടൂറിസ്റ്റിനെ പോലെ ആക്ട് ചെയ്തതിലേക്കൂടെ നടന്ന് പോയായിരുന്നു. ഹേ ദോസ്തു, തും കിധർ മേ ഇന്ത്യ മേ ഇധർ ആതി ഹേ. ബോഞ്ചൂർ പറയാനെന്ന്. ബോഞ്ചൂർ എന്ന് പറയുമ്പോൾ സച്ചിൻ എന്തിനും തുനിഞ്ഞാ വന്നേക്കുന്ന. പോലീസ് പിടിച്ചാൽ പോലും സച്ചിൻ ഇതൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവനെ ഞാൻ ഇറക്കിയത്. ബിക്കോസ് ഐ നോ ഇവനെ പറ്റൂ ഇതൊക്കെ. ബോഞ്ചൂർ. ബോഞ്ചൂർ. സോ സാധാരണ ഞാൻ കുറെ വീഡിയോയിൽ കണ്ടത്, അവിടെ കയറി കഴിയുമ്പോൾ ഒന്നിൽ അവർ പറയുന്നത് കിച്ചൺ ക്ലോസ് ആണെന്ന്, അല്ലെങ്കിൽ അവർ വെറുതെ ഇറക്കി വിടും, അല്ലെങ്കിൽ അവർ പറയും എനിക്ക് നിങ്ങളെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പം നമുക്ക് പോയി നോക്കാം. only 1 minute walk from here. നമ്മളിതെല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലുന്നു. അപ്പോഴത്തേക്ക് നോക്കുമ്പം കട അടച്ചിട്ട് 1 വർഷമായെന്ന്. പോയി. എന്നാലും നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. അതുകൊണ്ട് അവിടെ കാണുന്ന ആ ചുമന്ന കളറിലെ കട ഉണ്ടോ? ചുമന്ന കളറിലെ കട, അതാ ചുമന്ന കളറിലെ കട, അതാണ് കട. അതുകൊണ്ട് അവിടെ കാണുന്ന ആ കട ഉണ്ടോ, അതാണ് കട, ചുമന്ന കളറിലെ കട. ഇനിയിപ്പം നമുക്ക് പോവാം. ഇനി നിൽക്കണ്ട ഇവിടെ. കണ്ട പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ Pയും Aയും Lയും ഒന്നും ഇല്ല. എയ്സ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇപ്പൊ കട അറിയപ്പെടുന്നത്. റെഡിയാണോ? റെഡി. ലെറ്റ്സ് ഗോ. പേടിയാവുന്നു. തള്ള അടിച്ച് ഓടിക്കായിരുന്നാ മതി. നമ്മൾ ഇതിലായിരിക്കും എല്ലാം കാണാൻ പോകുന്നത്. ഭയങ്കര മഴ. I don't know. I need to get a coffee. ഇതാണോ കട?
എന്താടാ വഴി മാറി കയറുന്നു? മസാല ചായ, മസാല ചായ. ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഹോട്ട് ചോക്ലേറ്റ്. ഫിഷ് ആൻഡ് ചിപ്സ് ആണോ? ഷെയർ ചെയ്യാ. 25 baht. 25 pounds. Do we need to pay now or? Yes. Yes. Thank you. അപ്പൊ അവിടെ എടുക്കാം. മതി. സോ ഇത്രയും നേരം കയറിയിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാം സാധാ രീതിയിൽ തന്നെ പോകുന്നത്. അവർ ഓർഡർ എടുത്ത് 25 പൗണ്ടാണ് ചാർജ് ചെയ്തത്. പക്ഷെ അവരുടെ മുഖത്ത് എന്തോ ഒരു ഇതുണ്ട്. എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെയുള്ളവരിവിടെ വരുന്നത് തന്നെ ഇതിനാണ്. എന്തോ ഒരു ഇതുണ്ടെന്ന് ഡൗട്ട് അടിക്കല്ലോ. നമ്മള് കൂളായിട്ട് നിക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൊറർ സിനിമയ്ക്കകത്തൊക്കെ ചെല്ലുമ്പോഴേ ഈ പ്രേതം വരും എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു അവർക്കറിയാം ഇവന്മാർ ഇതിനകത്ത് കേറേണ്ടെന്ന് ആവശ്യമില്ല, പിന്നെ ഇവർ എന്തിനും ഇതിനകത്ത് വന്ന് കേറി എന്നുള്ള രീതിയിൽ. ഭയങ്കര എക്സ്പെൻസീവ്. 25 എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്. ഭയങ്കര എക്സ്പെൻസീവ്. പിന്നെ ഇവരുടെ അപ്പൂപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാ, ഇവരെ കിട്ടിയപ്പോ ഇവർ ഇത് ഇങ്ങനെ ആക്കി, അല്ലാതെ വേറെ ഒന്നുമല്ല സംഭവം. ലണ്ടനിൽ ഇങ്ങനെ ഒരു കട കാണാനേ കിട്ടത്തില്ല. നന്നായി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത്. നമ്മുടെ ഭാഷയിലാണ്ട് ഇവിടുന്ന് എന്താ വേണമെങ്കിലും പറയാം, അത് ശരിയാന്നല്ലേ. പറയുന്നുണ്ട്. Hi there. Sorry, do you have any washroom here? Back. Okay. നമ്മളിപ്പോ വാഷ്റൂമിനകത്ത് ദൈവമേ, ലുക്ക്, ക്യാമറ നമ്മൾ അകത്ത് സക്സസ്ഫുൾ ആയിട്ട് കയറ്റി. ഈ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊരു കട എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു സാധാ സെറ്റപ്പ്. പക്ഷെ ലണ്ടനിൽ ഇങ്ങനത്തെ കടകൾ ഇപ്പൊ ഇല്ല. പണ്ട് പുരാതനമായൊരു കട. ഞാൻ അവിടെ നിന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു വല്ലാത്തൊരു ഫീൽ എത്തി. ഇതെന്തോ ഫുഡ് കഴിച്ചിട്ട് കുറച്ചുകൂടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഈ ടോയ്ലറ്റ് കണ്ട നമ്മുടെ നാട്ടിലെ സാധാ ടോയ്ലറ്റ് ഫുള്ള് അഴുക്കെന്ന് പറഞ്ഞാൽ മൊത്തം അഴുക്കായിട്ട് കിടക്കുക. ഇല്ല, അത് ഓണാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. നോക്കി കുഴപ്പമില്ല. നോക്കുന്നില്ല. കൊള്ളാം, നോക്കി കുഴപ്പമില്ല. നമ്മളൊക്കെ Try with vinegar, but on fish and chips. ഓക്കെ. താങ്ക് യു. ഭയങ്കര പറ്റി. ഇത് ഭയങ്കര പറ്റിയിട്ടാണ്. എത്ര പ്രൈസ് ഉണ്ട്? ഞാൻ എണ്ണി നോക്കട്ടെ. 2, 3, 4, 5, 6, 7, 8, 9, ഒരു 15 പ്രൈസ് കാണും. ഭയങ്കര പറ്റി. എല്ലായിടത്ത് അലൂമിനിയം ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഡ്രസ്. Okay, no recording. ഓ No recording. No. I'm telling you, no recording. Take this off. ഓക്കെ. Take അത് the camera മാറ്റാം. off. Yeah, it's off. Take the camera off. എടാ ആ സാധനം മാറ്റാ. Okay. Take the അറ്റത്തുള്ള camera off. Okay, wait. Umbrella here. ദാതങ്ങൂര്. This one? Yes. Take it off. Yes. ഓ It's camera. No, it's not camera. Look. It is camera. It's power bag. Power bank. It is camera. Thank you. Camera here. Thank Camera you here. very much. Okay. Take it off. No problem. Sorry. I don't want to take photos. Oh yeah, sure. Yes, it's fine. No video or photo. അമ്മച്ചി വന്നിട്ട് സീനാണ്, എന്തിനാണെന്ന് അറിയത്തില്ല. അത് കഴിക്കണ്ടടാ. കഴിക്കണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുടിച്ചോ. ചൂടായിട്ടിരിക്കട്ടോ, ശരീരമേ ചൂടാവൂ. ചുണ്ട് വെച്ചല്ലാതെ എങ്ങനെ കുടിക്കും ഞാൻ? കുടിച്ചു. പക്ഷെ ഇത് ഈ എണ്ണ പണ്ട് കാലത്ത് തന്നെ ആട്ടിയ എണ്ണയാടാ. ചക്കിലാട്ടിയ എണ്ണ. അവര് വന്നപ്പോഴത്തേക്ക് 25 കൊണ്ടിനുള്ളതൊന്നുമില്ല. 2500 നാട്ടിൽ 2500 കൊണ്ട് നമുക്ക് എന്തൊക്കെ കഴിക്കും? ഇത്ര ബിരിയാണി കഴിക്കും. പാരഗണി പോ. പാരഗണി പോയി കഴിഞ്ഞാൽ 2 നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റും കാശുണ്ടെങ്കിൽ. നമ്മൾ അന്ന് ഒരു തവയേറെ അതെ, അത് പാരഗണിലാണ്. അവിടെ 1300 1250 കണ്ടായുള്ളൂ. നമ്മൾ 2 പേരോട് കഴിച്ചിട്ട് ഒരു നേരത്തേക്ക് 2 നേരത്തെ ആഹാരം കഴിക്കാം. ഇത് 15 ചിപ്സും 2 ഇല്ലറ്റിന്റെ സാധനം.
സർവീസ്. ഇവിടുന്ന് നമ്മളെ ഇപ്പം അടിച്ചിറക്കാൻ നോക്കി. അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട്. ഇപ്പം ഹോട്ട് ചോക്ലേറ്റും ഉള്ളായിരുന്നു, പക്ഷേ ഈ സാധനം ഞാൻ 25-ന് കാശിന് കൊള്ളത്തില്ല. എനിക്കൊന്ന് ഇപ്പം ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ അടി. ഇറങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് തിരിയുമ്പോൾ അമ്മമ്മയെ കാണാം. മുഖം എനിക്ക് കാണിക്കണമെന്നില്ല, ബട്ട് എല്ലാം നമ്മൾ കാണിച്ചിരിക്കും. താങ്ക് യു. എന്റെ ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് കഴിക്കരുത്, എന്നിട്ട് അവര് പറയുന്നത് എന്തുവാ, നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കിയത്, നിങ്ങൾ റെക്കോർഡ് ചെയ്യരുത്. ആ സ്ത്രീ ഒന്ന് അവിടെ ഒന്ന് നോക്കി പോയി അവർ കയറി പോയി. എന്റെ ദൈവമേ, അതിനകത്ത് നിന്ന് ഇപ്പൊ ഇറങ്ങി വന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ക്യാമറ എടുത്ത ഫിഷ് ആൻഡ് ചിപ്സിന്റെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ ഓൾറെഡി. അവർ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കടയിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എൻ്റെ മൈക്ക് വലിച്ച് ഊരാൻ തുടങ്ങി. പിന്നെ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും പോയില്ല. ഓക്കെ എന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരുന്ന്, കാരണം അത് അവരുടെ കടയാണ്, അതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷെ ആ കടയുടെ ഒരു കോലം ദൈവം, ഇതേപോലെ വൃത്തിയായിട്ടൊരു കട UK കാണുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ആ പാലസ് റെസ്റ്റോറൻ്റ് എന്ന ആ കടയുടെ പേര്, പക്ഷെ അതിന്റെ PA ഇല്ലേ, എയ്സ് റെസ്റ്റോറൻ്റ് എന്ന് അതിന്റെ മുമ്പിൽ എഴുതിയേക്കുന്നത്. സച്ചിനെ, നിന്റെ മനുഷ്യ ബോംബ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ആ സ്ത്രീയെ അവര് വന്ന് ഇത് ആ ക്യാമറ കൊണ്ട് ഒരുക്കിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ശരിക്കും പേടിച്ച്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ ഇവരെന്തേലും കൈയെടുത്ത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചാലൊക്കെ അടി മേടിച്ച് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. പ്രശ്നമാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പെയ്യെ ഇറങ്ങാം. അല്ല, പിന്നത്തെ മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവരൊരിച്ചിരി ഔട്ട് ഓഫ് മൈൻഡ് ആണെന്ന് എനിക്ക് തോന്നി. അതാണ് മെയിനായിട്ട് നമ്മൾ വലിയൊരു ഇതാക്കാൻ. എന്ന് പറയുമ്പോൾ അവർക്ക് പ്രായമുണ്ട്, അവരൊരു ഒരുമാതിരി രീതിയിലേക്ക് ഇരിക്കും. അതുകൊണ്ട് വി റിയലി ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് എ സീൻ ഓർ എനിത്തിങ് ദേർ, യു നോ. അവരുടെ കട അവർ ചിലപ്പോൾ കഷ്ടപ്പെട്ടായിരിക്കും കാശ് കൊടുത്തത്. ശരിയാ, 25 പൗണ്ടിന് മോനെ ഉണങ്ങിയ ഒരു 2 ഫിഷ്. അത് ഫിഷ് തന്നെയാണോ? എനിക്ക് ഞാൻ കഴിച്ചില്ല, ഫിഷ് ആണോന്നും അറിയത്തില്ല. ഫിഷ് തൊട്ടില്ലേ, ഒരു ഫ്രൈസും ഒരു ഒണിയൻ റിങ്സ് ഷെയർ ചെയ്ത് എന്ന് പറയുമ്പോൾ ഫ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കറുത്ത കളറിലിരിക്കുന്നു ഫ്രൈസ്. ഞാൻ എണ്ണയെന്നൊക്കെ പറഞ്ഞ ജാമ്പുവാന്റെ കാലത്ത് എണ്ണ ഭയങ്കര സീൻ തന്നെ ഇത്. പക്ഷെ ഇവനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അതെ, 25 കൊണ്ടായിരുന്നു ലണ്ടനിലെ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ്. വന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടത്. പിന്നെ ഇനി അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത ട്രിക്കുമായിട്ട് വരണം. ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മള് പെയ്യെ സംസാരിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇവന്മാരെങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനിയിപ്പം അവരൊന്നുകൂടെ വീട്ടിൽ പോയിരുന്ന് റിസർച്ച് ചെയ്യും, ഇനി വല്ല കണ്ണിനകത്ത് വെക്കുന്ന ക്യാമറ വല്ലതും ഉണ്ടോ എന്ന്. അതിന് ഇവർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ചെസ് ഫോൺ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കും, ഇങ്ങനെ പിടിക്കും, വിഷ്ണു ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ ഇതൊരു സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൽ അത് തന്നെ ഇങ്ങനെ പൊളിക്കാനായിട്ട് കയറുന്ന ഒരു വീഡിയോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. വി വിൽ ഡു മോർ വീഡിയോസ് ലൈക്ക് ദിസ് ഫോർ ഷുവർ. ഇതിൽ നമ്മൾ ആരെയും ഹർട്ട് ചെയ്യാനൊന്നും വിചാരിച്ചിട്ടില്ല. വി ജസ്റ്റ് വെൻ ദെയർ. അവർ ക്യാമറ താത്തു വെക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് താത്തു വെച്ചു, അടിയൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഇതൊരു സംഭവം. പക്ഷെ എനിക്കിതിനകത്ത് ഒരു ഹേർട്ട് ഫീലിംഗ് ഒന്നും തോന്നിയില്ല. കാര്യം ഫ്രീ ആയിട്ടല്ല കഴിച്ച ഫുഡ്. കാശ് കൊടുത്തിട്ടില്ലേ? കാശ് കൊടുത്തിട്ട് 25 പൗണ്ടിന് നമുക്ക് എവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അവർക്ക് നല്ല കുറച്ച് ഹെർട്ട് ആയെങ്കിൽ തന്നെ കൊടുത്ത് കാശ് മേടിക്കാൻ പറയണം. ഓക്കെ ഗൈസ്, സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.